മലമ്പാതയിലൂടെ വളഞ്ഞും പുളഞ്ഞുമുള്ള സാഹസികമായ ഈ യാത്ര കൊടൈക്കനാലിലേക്കാണ്. തമിഴ്നാട്ടിലെ പ്രമുഖ കാർഷിക പട്ടണങ്ങളിലൊന്നായ ഒട്ടൻചത്രത്തിൽ നിന്നും 80 കിലോമീറ്റർ അകലമുണ്ട് കൊടൈക്കനാലിലേക്ക്. ഒട്ടൻചത്രത്തിനടുത്ത പരപ്പലാർ ഡാമിൽ നിന്നും 60 കിലോമീറ്ററും. മലമ്പാതകളും നിത്യഹരിത വനങ്ങളും ചുറ്റി വളരെ രസകരമാണ് ഈ യാത്ര. ചുറ്റുമുള്ള കാട് സംരക്ഷിത വനമേഖലയാണ്. കുറേ വനപ്രദേശങ്ങൾ പിന്നിട്ടാൽ പിന്നെ കൃഷിത്തോപ്പുകൾ കാണാം. ആകാശത്തെ തൊട്ടുനിൽക്കുന്ന മലനിരകൾ, അത്യഗാധമായ താഴ്വാര കാഴ്ചകൾ. കുരുമുളകും കാപ്പിയുമാണ് ചുറ്റുമുള്ള തോട്ടങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്നത്. ഈ മനോഹര ദൃശ്യങ്ങൾ കേരളത്തിലെ ഒരു മലയോര മേഖലയിലൂടെ കടന്നുപോകുന്ന പ്രതീതിയാണ് സൃഷ്ടിച്ചത്. സിൽവർ ഓക്കുമരങ്ങൾ ധാരാളമായി കാണപ്പെട്ടു. ഓക്കുമരങ്ങളിൽ കുരുമുളക് നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. 40ഓളം അടി ഉയരത്തിൽ കുരുമുളക് വള്ളികൾ പടർന്നു കയറിയിരിക്കുന്നു. മാർഗമധ്യേ വാഹനത്തിൻ്റെ ഇന്ധന ടാങ്ക് കാലിയായി. പരപ്പലാറിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ വണ്ടിയിൽ ഡീസൽ എത്രയുണ്ടെന്ന് പരിശോധിക്കുവാൻ മറന്നിരുന്നു. വഴിയരികിൽ കണ്ട ഗ്രാമീണരോട് സ്ഥലം ഏതാണെന്ന് തിരക്കുകയാണ് ആദ്യം ചെയ്തത്. മംഗലംകൊമ്പ് എന്ന ദേശമാണെന്ന് മറുപടി കിട്ടി. മംഗലംകൊമ്പിൽ പെട്രോൾ പമ്പുകളില്ല. പെട്രോൾ പമ്പുകളില്ലാത്ത നാട്ടിലൂടെ മംഗലംകൊമ്പുകാർ ബൈക്കുകളിൽ ഉല്ലാസഭരിതരായി പോകുന്നതെങ്ങനെയെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഇന്ധനമൂറ്റി രഹസ്യ വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങളെക്കുറിച്ച് അറിഞ്ഞത്. ഡീസലിൽ മണ്ണെണ്ണ കലർത്തിയാണ് വിൽപ്പന. ലിറ്ററിന് 15 രൂപ അധികം കൊടുക്കണം. അധികം ആലോചിച്ച് നിൽക്കാനൊന്നും ഇടം കിട്ടിയില്ല. സമ്മതം മൂളി. അടുത്ത പട്ടണം വരെ ചെന്നെത്താനുള്ള ഇന്ധനം ടാങ്കിൽ നിറച്ചു. അലങ്കാര പൂക്കൾക്ക് പേരുകേട്ട കൊടൈക്കനാലിലെ അപൂർവവും ലാഭകരവുമായ പുഷ്പകൃഷിയെ പരിചയപ്പെടുത്തുവാനാണ് ഹരിതഭാരതത്തിൻ്റെ ഈ യാത്ര. കേരളത്തിൽ പൂജാകർമ്മങ്ങൾക്ക് ആവശ്യമായ പരമ്പരാഗത പുഷ്പങ്ങൾ പോലും ഇന്ന് ലഭ്യമാകുന്നത് തമിഴ് കർഷകന്റെ അധ്വാന ഫലത്താലാണ്. അർച്ചനയ്ക്കായി ഉപയോഗിക്കുന്ന വിവിധയിനം പുഷ്പങ്ങൾ ഇന്ന് കേരളത്തിന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. പൂജയ്ക്കെന്ന പോലെ തന്നെ പ്രധാനമാണ് വിവാഹവേളകളിലും പുഷ്പങ്ങളുടെ ആവശ്യം. വധൂവരന്മാർക്ക് ചെണ്ടായും ബൊക്കയായും കല്യാണ മണ്ഡപം അലങ്കരിക്കുന്നതിനും പൂക്കൾ കൂടിയേ തീരൂ. മറ്റ് അവശ്യ സാധനങ്ങൾക്കെന്ന പോലെ കേരളത്തിലെ പൂക്കളുടെ വിപണിയും സജീവം തന്നെ. ടൂറിസം മേഖലയിലെ വളർച്ചയോടൊപ്പം കേരളത്തിൽ വളർന്നു വരുന്ന മറ്റൊരു ആഭ്യന്തര വിപണിയാണ് കട്ട് ഫ്ലവറിനുള്ളത്. അതിഥികളെ സ്വീകരിക്കുന്നതിനും ഓഫീസ് അലങ്കരിക്കുന്നതിനും പൂക്കൾ ഇന്നൊരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. വില കൂടിയ ബൊക്കെ നിർമ്മാണത്തിൽ നാടൻ പൂക്കൾക്കുള്ള വിലക്ക് മുതലെടുക്കാൻ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഇംഗ്ലീഷ് പുഷ്പങ്ങളായ പനിനീർ പൂക്കളുടെ വിവിധ വർണ്ണങ്ങൾ മത്സരിക്കുന്നു. റോസിന്റെ രക്തവർണ്ണം ഏത് അലങ്കാരത്തിനാണ് മാറ്റുകൂട്ടാത്തത്? ഒരു പനിനീർ പൂവിൻ്റെ കൈമാറ്റത്തിലൂടെ യുഗങ്ങളോളം ഊട്ടിയുറപ്പിക്കുന്ന മനുഷ്യബന്ധങ്ങളുടെ കഥകളും നാം ഏറെ കേട്ടുകഴിഞ്ഞു. അങ്ങനെ പനിനീർ പൂവെന്ന റോസും നമ്മുടെ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. കൂട്ടത്തിൽ ഒട്ടും പിന്നിലല്ലാതെ തന്നെ ഗ്ലാഡിയോലസും ഉണ്ട്. നീളമുള്ള ഒരു തണ്ടിൽ തീർത്ത ബൊക്കെ പോലെ ഗ്ലാഡിയോലസ് നമ്മുടെ വിപണി കീഴടക്കിയിരിക്കുന്നു. സപ്തവർണ്ണങ്ങളും ഒട്ടും പിശുക്കാതെ നൽകി പ്രകൃതി അവളെ അനുഗ്രഹിച്ചിരിക്കുന്നു. കട്ട് ഫ്ലവർ വിപണിയിലെ നവാഗതരാണ് കാർണേഷ്യവും ജർബറയും. ഇതിൽ ജർബറ കൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. നിയന്ത്രിത അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കുന്ന ജർബറ തുടക്കത്തിൽ പുഷ്പവിപണിയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരുന്നു. വിടർന്ന അല്ലികളോടുകൂടി ഓറഞ്ച് വർണ്ണത്തിലും കടും ചുവപ്പ് നിറത്തിലും ഏറെ സുന്ദരിയായിരിക്കുന്ന ജർബറയെ ഒരു ചെറു സൂര്യകാന്തി പൂവിനോട് സാമ്യം തോന്നാം. ജർബറ പൂവിൻ്റെ വില അതിൻ്റെ തണ്ടിൻ്റെ നീളത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. 1ാം ഗ്രേഡ് പൂവിന് 9 രൂപയോളം വിലയുണ്ടായിരുന്നുവെങ്കിലും
വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിപുലമായ കൃഷി ജർബറയ്ക്ക് ഏറെ ദോഷകരമായി ഭവിച്ചു. എന്നാൽ കൂടുതൽ കാലം വാടാതെ ഇരിക്കുന്നതിനുള്ള കഴിവ് ജർബറയെ പുഷ്പവിപണിയിൽ പ്രിയങ്കരമാക്കുന്നു. മഹാരാഷ്ട്രയിൽ ജർബറ വളർത്തുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിൽ വളരെ ലാഭകരമായി കൃഷി ചെയ്തു വരുന്ന പൂവിനമാണ് കാർനേഷ്യം. വർദ്ധിച്ച ലാഭവും കയറ്റുമതി സാധ്യതയും കാർനേഷ്യത്തിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. പല നിറങ്ങളിൽ പൂക്കുന്ന കാർനേഷ്യം ലക്ഷങ്ങളുടെ വരുമാനമാണ് കർഷകർക്ക് സമ്മാനിക്കുന്നത്. കാഴ്ചയിൽ കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ഭാവമാണ് കാർനേഷ്യ പൂവിന്. കൊടൈക്കനാലിൽ തമിഴ് പെൺകുടിയായല്ല, വിദേശ സുന്ദരിയുടെ പകിട്ടോടെയാണ് ഇവൾ വളരുന്നത്. കൊടൈക്കനാലിലെ കാർനേഷ്യൻ കർഷകരിൽ പ്രമുഖനായ മണികണ്ഠൻ എന്ന ചെറുപ്പക്കാരൻ്റെ ഉദ്യാനത്തിലേക്കാണ് ഹരിതഭാരതം കടന്നു ചെല്ലുന്നത്. കൊടൈക്കനാലിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള പണ്ണൈക്കാട് എന്ന സ്ഥലത്താണ് ഈ ഉദ്യാനം. കോയമ്പത്തൂരിൽ കുറഞ്ഞ കാലത്തിനുള്ളിൽ ജീവിത വിജയം നേടിയ വ്യക്തികളുടെ പട്ടികയെടുത്താൽ അതിൽ നിശ്ചയമായും മണികണ്ഠൻ ഒന്നാം സ്ഥാനത്ത് തന്നെയാകും. കൃഷിക്കാരനെന്ന നിലയിൽ ഒട്ടൻചത്രക്കാരനായ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം വിജയത്തിൻ്റെ അത്യുന്നത പടവുകൾ പിന്നിട്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒട്ടേറെ യുവാക്കൾ മണികണ്ഠനെ മാതൃകയാക്കി ഇന്ന് കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ കാർനേഷ്യൻ കർഷകർക്കിടയിൽ മണികണ്ഠനെ വ്യത്യസ്തനാക്കിയ കഥയാണ് ഇനി പറയുന്നത്. நான் தமிழ்நாடு அக்ரிகல்ச்சர் யூனிவர்சிட்டியில் படித்தேங்க சார். ஃபாரஸ்ட்ரி பிஎஸ்சி ஃபாரஸ்ட்ரி முடித்தேங்க சார். തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫോറസ്ട്രിയിൽ BSc ബിരുദം നേടിയ ഉടനെ തന്നെ ചില പരമ്പരാഗത ബിസിനസ്സുകളിലാണ് മണികണ്ഠൻ ഏർപ്പെട്ടത്. അതാകട്ടെ പുതുമ നശിച്ചതും മനസ്സിന് തൃപ്തി നൽകാത്തതുമായിരുന്നു. തൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട നല്ല വരുമാനം നേടാവുന്ന സ്വന്തമായ ഒരു തൊഴിലിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് തമിഴ്നാട് ഹോർട്ടിക്കൾച്ചറൽ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ മണികണ്ഠനെ സമീപിക്കുന്നത്. കാർനേഷ്യൻ കൃഷി ചെയ്യാൻ സന്മനസ്സുള്ള കർഷകരെ കണ്ടെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഡിപ്പാർട്ട്മെന്റിൽ ടൂർ കൂപ്പിട്ട് പോകണം, സ്റ്റഡി ടൂർ, ഫ്ലോറിക്കൽച്ചർ. കാർനേഷ്യൻ കൃഷിയിൽ താല്പര്യം തോന്നിയ മണികണ്ഠൻ പൂനെയിൽ പോയി കൃഷിരീതികൾ മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്തത്. കൊടൈക്കനാലിന് പുറമെ ഊട്ടിയിലും ഏർക്കാടിലും പൂനെയിലും ബാംഗ്ലൂരിലുമാണ് കാർനേഷ്യം കൃഷി വ്യാപകമായിരിക്കുന്നത്. തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയാണ് കാർനേഷ്യം വളരാൻ ഏറ്റവും അനുയോജ്യം. അതുകൊണ്ട് തന്നെ അത്തരമൊരു സ്ഥലം കണ്ടെത്താനായിരുന്നു മണികണ്ഠൻ്റെ അന്വേഷണം. അങ്ങനെയാണ് പണ്ണൈക്കാട് തിരഞ്ഞെടുക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4200 അടി ഉയരത്തിലാണ് പണ്ണൈക്കാട് സ്ഥിതി ചെയ്യുന്നത്. എപ്പോഴും 70% ഈർപ്പം നിറഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥ. സ്ഥലം തെരഞ്ഞെടുപ്പിലും ഹോർട്ടിക്കൾച്ചറൽ വകുപ്പിൻ്റെ സേവനം ലഭ്യമായിരുന്നു. കാർഷിക സമൃദ്ധി തമിഴ്നാടിനെ വിട്ടകലാതെ നിൽക്കുന്നതിൻ്റെ കാരണം ഇവിടുത്തെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ. പുതുവിളകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിലും കർഷകർക്ക് സഹായങ്ങൾ ലഭ്യമാക്കുന്നതിലും ഇവർ മുന്നിൽ തന്നെ. മണികണ്ഠന് കാർനേഷ്യത്തെക്കുറിച്ചും വിളപരിപാലനത്തെക്കുറിച്ചുമൊക്കെ വേണ്ട ഉപദേശം നൽകിയ ആളായിരുന്നു ഹോർട്ടിക്കൾച്ചറൽ ഓഫീസറായ എൽ ശിവസ്വാമി. കാർനേഷ്യൻ കൃഷിയെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. കോയമ്പത്തൂരിൽ കാർനേഷ്യൻ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ ഉദ്യോഗസ്ഥൻ വലിയ പങ്കാണ് വഹിച്ചത്. ശൈത്യമേഖലയിൽ വളരുന്ന കാപ്പിയും കുരുമുളകുമൊക്കെ നഷ്ടത്തിൻ്റെ കഥകൾ പറഞ്ഞപ്പോഴാണ് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പുതിയൊരു കൃഷിയെപ്പറ്റി ഡിപ്പാർട്ട്മെന്റ് ആലോചന തുടങ്ങിയത്. ശിവസ്വാമി പറയുന്നു, லாஸ்ட் ஒரு 2 இயர்ஸ் காப்பிக்கு விலையில்லாத பட்சத்துக்கு அவங்க மாற்றுப்பயிருக்காக சில കാപ്പിയും കുരുമുളകുമൊക്കെ കൃഷി ചെയ്ത കർഷകർ നിരാശരായിരുന്നു. തുടർച്ചയായി 2 വർഷം നഷ്ടം സഹിച്ച കർഷകർ ആദായകരമായ മറ്റൊരു കൃഷി തേടുകയായിരുന്നു. അങ്ങനെയാണ് കാർനേഷ്യൻ കൃഷിയെപ്പറ്റി ഡിപ്പാർട്ട്മെന്റ് പഠിക്കുകയും ഇവിടെ പരീക്ഷിക്കുകയും ചെയ്തത്. തങ്ങളുടെ പരീക്ഷണം വൻ വിപ്ലവമാണ് ഉണ്ടാക്കിയതെന്ന് ശിവസ്വാമി പറയുന്നു. കാർനേഷ്യം പൂക്കളുടെ വിപണി ഒറ്റയടിക്ക് മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് മാറ്റി നടപ്പെട്ടു. മഹാരാഷ്ട്രയ്ക്ക് പുറമെ തെക്കേ ഇന്ത്യയിൽ അലങ്കാരപ്പൂ വിപണി കൈയടക്കാൻ തങ്ങൾക്കുമാകുമെന്ന് കൊടൈക്കനാലും ഊട്ടിയും ബാംഗ്ലൂരുമൊക്കെ തെളിയിച്ചു.
പൂനെയിൽ നിന്നുള്ള പൂക്കൾക്കൊപ്പം തമിഴകത്തു നിന്നുള്ള പൂക്കളും ഇന്ന് ആഭ്യന്തര വിദേശ വിപണികൾക്ക് പ്രിയങ്കരം തന്നെ. ഇന്ന് കാർനേഷ്യം ഉൽപ്പാദനത്തിൽ മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരമാണെന്ന് പറയാം. ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി നടക്കുന്ന സംസ്ഥാനങ്ങളും ഇവ മാത്രമാണ്. ആഭ്യന്തര വിദേശ വിപണിയിലേക്ക് പോകുന്ന പൂക്കളിൽ അധികവും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ. ബാംഗ്ലൂർ മാർക്കറ്റിനേക്കാൾ തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കൾക്കാണ് ഏറെ പ്രിയം. വലിയ വില കിട്ടുന്നതും ഈ പൂക്കൾക്ക് തന്നെ. ஸோ இந்த கிளைமேட்டிக்கல் கண்டிஷன்ஸ் எல்லாமே இருக்கிறதுனால ஃப்ளோரிகல்ச்சருக்கு சூட்டபுளாக இருந்தது. அதனால നിയന്ത്രിത കാലാവസ്ഥയാണ് കാർനേഷ്യൻ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ചെടിക്ക് അനുയോജ്യമായ താപനില. അതുകൊണ്ട് തന്നെ തുറന്ന അന്തരീക്ഷത്തിൽ കാർനേഷ്യം നടാനാവില്ല. കൃഷിക്കായി പ്രത്യേക ഗ്രീൻ ഹൗസുകൾ തയ്യാറാക്കണം. കീടങ്ങളെയും രോഗങ്ങളെയും ചെറുക്കാനും പൂക്കളുടെ ഗുണനിലവാരം കൂട്ടാനും ഗ്രീൻ ഹൗസുകൾ ഉപകരിക്കും. ഒരു യൂണിറ്റിൽ 12,000 ചെടികളാണ് നടുന്നത്. 500 സ്ക്വയർ മീറ്റർ സ്ഥലമാണ് ഒരു യൂണിറ്റായി പരിഗണിക്കുന്നത്. വിത്ത് ചെടിയുടെ വില ഒന്നിന് 8 മുതൽ 9 രൂപയുണ്ടാകും. കാർനേഷ്യൻ കൃഷിക്ക് വരുന്ന പ്രാഥമിക ചെലവ് ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ പോളി ഷെഡുകളുടെ നിർമ്മാണം തന്നെയാണ്. 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഗ്രീൻ ഹൗസ് നിർമ്മാണത്തിനായി കരുതേണ്ടി വരും. ഇരുമ്പ് കൊണ്ടും മരം കൊണ്ടുമൊക്കെ ഗ്രീൻ ഹൗസുകൾ തീർക്കാറുണ്ട്. പ്രത്യേക UV ഷീറ്റുകൾ കൊണ്ടാണ് മേയുക. മരം കൊണ്ട് ഗ്രീൻ ഹൗസ് നിർമ്മിച്ചാൽ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. മണികണ്ഠൻ്റേത് മരം കൊണ്ടുണ്ടാക്കിയ ഗ്രീൻ ഹൗസ് ആണ്. க்ரீன் ஹவுஸில் வந்து லோ காஸ்ட் க்ரீன் ஹவுஸ் அண்டு மீடியம் காஸ்ட் இருக்குது. இந்த மாதிரி இருக்கிறதுல வந்து நாங்கள் லோ காஸ்ட் ப்ரிஃபர் பண்ணோம். லோ காஸ்ட்லேயே வந்து லோக்கலி അവൈലബിൾ മെറ്റീരിയൽസ്, സമീപത്ത് ലഭ്യമായതും വില കുറഞ്ഞതുമായ യൂക്കാലിപ്റ്റസ് മരത്തഴകൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയത് വഴി നല്ലൊരു തുക മണികണ്ഠന് മിച്ചം പിടിക്കാനായി. കാർനേഷ്യൻ കൃഷിക്കും ഗ്രീൻ ഹൗസ് നിർമ്മാണത്തിനുമായി ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കർഷകർക്ക് വായ്പ നൽകാറുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ 10 യൂണിറ്റുകൾക്കാണ് സഹായം ലഭ്യമാക്കിയിരിക്കുന്നത്. 500 സ്ക്വയർ മീറ്റർ കൃഷിക്ക് 25% സബ്സിഡി ലഭിക്കും. 1 ലക്ഷം രൂപ വരെ ഒരു യൂണിറ്റിന് സബ്സിഡി കിട്ടും. ഇതിനായി നാമമാത്ര നിബന്ധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. കർഷകർ 500 സ്ക്വയർ മീറ്ററിലെങ്കിലും കാർനേഷ്യൻ നട്ടിരിക്കണം. ഉദ്യാനത്തിൽ കുറഞ്ഞത് 12,000 ചെടികളെങ്കിലും പരിപാലിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. നല്ല നിരപ്പുള്ള ഭൂമിയിലാണ് ചെടി നടുന്നത്. കർഷകർ മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ സ്വഭാവം നന്നായി അറിഞ്ഞിരിക്കുകയും വേണം. മണ്ണിൻ്റെ pH മൂല്യം 7-ൽ താഴെയായിരുന്നാൽ കാർനേഷ്യം നല്ല വിളവ് നൽകും. നടുന്നതിന് മുൻപ് പരിശോധന നടത്തി വേണ്ടത്ര വളവും വെള്ളവുമൊക്കെ നൽകി മണ്ണ് ഒരുക്കിയെടുക്കണം. പരിശോധനാ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണിന് വേണ്ടത്ര ജൈവവളങ്ങൾ നൽകണം. മണ്ണും മണലും ചേർത്തിളക്കി കൊടുക്കുന്നതും നല്ലതാണ്. കല്ലും ചരലുമൊക്കെ തോട്ടത്തിൽ നിന്ന് നീക്കിയിരിക്കണം. മീഥൈൽ ബ്രോമൈഡും ഫോർമാൽഡിഹൈഡും ഉപയോഗിച്ച് ഫ്യൂമിഗേഷൻ നടത്തണം. തുടർന്ന് കൃഷിസ്ഥലം മുഴുവൻ കാറ്റ് കടക്കാനാവാത്ത വിധം പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടണം. മണ്ണിലുള്ള ഫംഗസുകളും കീടങ്ങളുമൊക്കെ നശിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ஆஃப்டர் 5 days சாக்ஸ் ஆர் பாலித்தீன் ஷீட்ஸ் ஏதோ கவரிங் மெட்டீரியல் என்ன போட்டோமோ அதை எடுத்து ரிமூவ் பண்ணிவிட்டு തറവ് വാട്ടർ വാഷ് കൊടുക്കണം. 5 ദിവസത്തിന് ശേഷം ഷീറ്റ് നീക്കി രാസാവശിഷ്ടങ്ങൾ ഒട്ടും തന്നെ അവശേഷിക്കാത്ത വിധം മണ്ണ് നന്നായി കഴുകി വൃത്തിയാക്കണം. ഇനി മണ്ണ് കിളച്ചിളക്കി വാരം കോരാം. 105 സെന്റിമീറ്റർ വീതിയുള്ള വാരങ്ങളാണ് എടുക്കുന്നത്. ഇതിനിടയ്ക്ക് 40 സെന്റിമീറ്റർ വീതിയുള്ള നടവഴികളും വെട്ടണം. ഓരോ വാരത്തിലും 15x15 സെന്റിമീറ്റർ ഇടവിട്ട് 6 നിര ചെടി വീതം നടുന്നു. ചെടിക്ക് 12 സെന്റിമീറ്റർ ഉയരത്തിലായി പ്ലാന്റിംഗ് നെറ്റും കെട്ടിക്കൊടുക്കണം. ചെടി വളരുമ്പോൾ വളയാതിരിക്കാനാണ് നെറ്റ് കെട്ടുന്നത്. 7.5x7.5 സെന്റിമീറ്റർ ചുറ്റളവിലുള്ള ചതുരക്കള്ളികളായാണ് വല കെട്ടുന്നത്. ചെടിയുടെ വളർച്ച ഓരോ 12 മീറ്റർ പിന്നിടുമ്പോഴും നെറ്റിൻ്റെ ഉയരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ വലയുടെ ഉയരം 5 ലെയർ പിന്നിടുമ്പോഴേക്കും ചെടിക്ക് 1.5 മീറ്റർ വരെ ഉയരം വെച്ചിരിക്കും. കാർനേഷ്യത്തിൻ്റെ വളർച്ചയ്ക്ക്
നന ഒഴിച്ചുകൂടാനാവാത്തതാണ്. ரூட்ஸ் எல்லாம் நல்லா டெவலப் ஆகி பெட்டில் செட்டில் ஆனதுக்கப்புறம் ட்ரிப் இரிகேஷன் ஸ்டார்ட் பண்ணலாம் சார். ஸோ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനമാണ് ചെടികൾ നനയ്ക്കാൻ സൗകര്യപ്രദം. ட்ரிப்பர் മണികണ്ഠന്റെ ഉദ്യാനത്തിൽ ചെടികളെ ശ്രദ്ധയോടെ പരിപാലിക്കുന്ന ജോലിക്കാരെ കണ്ടു. അത്യാധുനിക കാർഷിക രീതികളും പരിചരണ മാർഗങ്ങളുമായതിനാൽ ഉദ്യാനത്തിനകത്ത് പാദരക്ഷകൾ അനുവദനീയമല്ല. ഉദ്യാനപാലകർ ഒരേ സമയം പല പ്രവൃത്തികളിൽ വ്യാപൃതരാണ്. ചെടിയുടെ ചെറിയ മൊട്ടുകൾ നുള്ളിക്കളയുകയാണ് ഈ ചെയ്യുന്നത്. പ്രധാന പൂവിന് പൂർണ്ണ ഭംഗി പകരാനും ചെടിയുടെ വളർച്ച പൂവിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാനുമാണ് അപ്രധാനമായ മൊട്ടുകൾ നുള്ളിക്കളയുന്നത്. 100 ദിവസമാണ് കാർണേഷ്യത്തിൻ്റെ വളർച്ചയുടെ കാലാവധി. കൃഷി ഇറക്കി 100-ാം നാൾ മുതൽ പൂമൊട്ടുകൾ പറിച്ചെടുക്കാൻ പാകമാകും. രാവിലെ 6 മണിക്കും 9 മണിക്കും ഇടയിലാണ് പൂ മുറിക്കുന്നത്. ചെടിയുടെ ചുവട്ടിൽ നിന്ന് 2 മൊട്ട് ഉയരത്തിൽ വെച്ചാണ് മുറിക്കുക. നീളത്തിൽ മുറിച്ച് തണ്ടോടുകൂടിയ പൂക്കൾക്കാണ് വിപണിയിൽ പ്രിയം. മുറിച്ചെടുത്ത തണ്ടിന് ചുരുങ്ങിയത് 60 സെന്റിമീറ്ററെങ്കിലും ഉയരമുണ്ടായിരിക്കണം. മുട്ടുകൾ മുറിക്കുന്നത് അത്യന്തം സൂക്ഷ്മതയോടെയാവണം. സമീപമുള്ള മുട്ടുകളിൽ കത്രിക സ്പർശിക്കരുത്. 1 വർഷം ഒരു ചെടിയിൽ നിന്നും 10 പൂക്കൾ വരെ ലഭിക്കും. നന്നായി സംരക്ഷിക്കുകയാണെങ്കിൽ ഒരു ചെടി 2 വർഷം വരെ വിളവ് തരികയും ചെയ്യും. 12,000 ചെടികൾ നട്ടിരിക്കുന്ന കർഷകന് ഒരു ദിവസം ചുരുങ്ങിയത് 500 മുതൽ 1000 വരെ പൂക്കളെങ്കിലും ലഭിക്കും. സീസണിൽ ഒരു പൂവിന് 6 മുതൽ 7 രൂപ വരെ ലഭിക്കും. ഓഫ് സീസണുകളിൽ 3 മുതൽ 4 രൂപ വരെയാണ് വില. പൂവിന് ശരാശരി 3 രൂപ കണക്കാക്കിയാൽ തന്നെ 500 പൂക്കൾ കിട്ടുന്ന കർഷകന് ദിവസം 1500 രൂപ പ്രതിഫലമായി ലഭിക്കും. മാസത്തിൽ 45,000 രൂപയായിരിക്കും കർഷകന്റെ വരുമാനം. 1 യൂണിറ്റ് കൃഷി മാത്രം ചെയ്യുന്ന കർഷകന്റെ ലാഭക്കണക്ക് മാത്രമാണിത്. മണികണ്ഠൻ ആദ്യ വർഷം കൊണ്ട് തന്നെ തന്റെ മുതൽ മുടക്ക് തിരിച്ചു പിടിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു. മുറിച്ചെടുത്ത മുട്ടുകൾ ഉടൻ തന്നെ വെള്ളം നിറച്ച ബക്കറ്റുകളിലേക്ക് മാറ്റുന്നു. 5 മുതൽ 10 സെന്റിമീറ്റർ ഉയരത്തിലെ വെള്ളം നിറയ്ക്കാവൂ. തുടർന്ന് 2 മണിക്കൂറോളം മുട്ടുകൾ ബക്കറ്റിൽ തന്നെ സൂക്ഷിക്കുന്നു. ഇത് മുട്ടിന്റെ ആയുസ്സും പുതുമയും വർദ്ധിപ്പിക്കുന്നു. പിന്നീട് 10 മുട്ടുകൾ വീതമുള്ള കെട്ടുകളായി തിരിച്ച് വർത്തമാന കടലാസിൽ പൊതിഞ്ഞു കെട്ടുന്നു. വർത്തമാന കടലാസിന് പുറമെ ബട്ടർ പേപ്പറും പോളി ബാഗുകളും മുട്ടുകൾ പൊതിയാനായി ഉപയോഗിക്കാറുണ്ട്. ദീർഘദൂര വിപണിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രത്യേക കണ്ടെയ്നർ ബോക്സുകളിലാക്കിയാണ് കാർണേഷ്യം അയക്കുന്നത്. വിളവെടുപ്പ് നീണ്ടുപോയാൽ മുറിച്ചെടുത്ത ഉടനെ മുട്ടുകൾ റെഫ്രിജറേറ്ററുകളിലേക്ക് മാറ്റുന്നു. കാർണേഷ്യം പൂക്കളുടെ വൈവിധ്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈയിടെ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് 500ഓളം ഇനം പുഷ്പങ്ങൾ വികസിപ്പിച്ചെടുത്തതായി ഒരു പഠനം വെളിപ്പെടുത്തുന്നു. ഓരോ മാസവും ഓരോ പുതിയ ഇനമാണ് വിപണിയിൽ എത്തുന്നത്. ചുവന്ന പുഷ്പങ്ങൾക്കാണ് വിപണിയിൽ ഏറെ പ്രിയം. മഞ്ഞ, പച്ച, പേൾ, വെളുപ്പ് എന്നീ നിറങ്ങൾക്കും ഡിമാൻഡുണ്ട്. കാർണേഷ്യം വിപണിയിലെ മൾട്ടിനാഷണൽ കമ്പനികളുടെ സാന്നിധ്യമാണ് പൂക്കളുടെ വൈവിധ്യത്തിന് കാരണമാകുന്നത്.
ആധുനിക വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകി വരുന്നതും ഈ കമ്പനികൾ തന്നെ. ഭൂരിഭാഗം കർഷകരുമായി കമ്പനികൾ കരാറിലായിരിക്കും. വിത്തും വളവും യഥോചിതം നൽകുന്ന ഇവർ നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച വിലയ്ക്ക് പൂക്കൾ എടുത്തുകൊള്ളും. ഒരർത്ഥത്തിൽ കർഷകർക്ക് ഉപകാരപ്രദമാണ് ഇത്തരം ബൈബാക്ക് പദ്ധതികൾ. 1 വർഷമാണ് കരാർ കാലാവധി. വരുമാനം മുൻകൂട്ടി നിശ്ചയിച്ച് ആശങ്കകൾ ഒഴിവാക്കിക്കൊണ്ടുതന്നെ കർഷകന് കൃഷി ഇറക്കാനാകും. മുമ്പ് ഉപയോഗിച്ച വിത്തുകൾ വീണ്ടും കൃഷിയോഗ്യമല്ലാത്തതും ഇത്തരം കമ്പനികളുമായി അടുക്കാൻ കർഷകർക്ക് പ്രേരണയാകുന്നു. കാർനേഷ്യത്തിന് പുറമെ സ്റ്റാറ്റിക്, ജർബറ എന്നീ ഇനം പുഷ്പങ്ങളും മണികണ്ഠൻ കൃഷി ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിക് ലാഭകരമാണ്. എന്നാൽ കൊടൈക്കനാലിൽ ജർബറയുടെ പ്രകടനം കാർനേഷ്യത്തോളം വരില്ലെന്നാണ് മണികണ്ഠന്റെ അനുഭവം. സ്റ്റാറ്റിക് പുഷ്പങ്ങൾ കർഷകരെ ക്ലേശിപ്പിക്കാതെ തന്നെ ഫലം തരുന്നവയാണ്. തമിഴ്നാട്ടിൽ ഇത്തരം ഡ്രൈ പുഷ്പച്ചെടികൾ കൃഷി ചെയ്യുന്നത് സാധാരണമാണ്. വെളുപ്പ്, നീല, മഞ്ഞ, പർപ്പിൾ നിറങ്ങളിലുള്ള പൂക്കൾക്കാണ് ആവശ്യക്കാർ അധികവും. ഒരു ചെടിയിൽ നിന്ന് 30ഓളം പൂക്കൾ ലഭിക്കും. പണ്ണേക്കാട് സ്റ്റാറ്റിക് പൂക്കൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ആധിയാണ്. മഞ്ഞുവീഴ്ച ഇടയ്ക്കിടെ അവരുടെ സ്വപ്നങ്ങളിൽ കരിനിഴൽ വീഴ്ത്താറുണ്ട്. സന്ധ്യ മയങ്ങുകയാണ്. പണ്ണേക്കാട്ടിൽ തണുപ്പ് കൂടാരം കെട്ടാൻ ഒരുങ്ങുന്നു. പൂക്കളുടെ വർണ്ണസമൃദ്ധിയും കർഷകന്റെ നിറപുഞ്ചിരിയും കണ്ട് മനസ്സ് കുളിർത്ത ഒരു ദിവസത്തിന് വിരാമമാകുന്നു. ഭാരതത്തിന്റെ കാർഷിക ചൈതന്യം തേടിയുള്ള യാത്ര ഹരിതഭാരതം തുടരുകയാണ്. സഹ്യപർവ്വതം പിന്നിട്ട് വീണ്ടും മലയാള മണ്ണിലേക്കൊരു മടക്കയാത്ര.